ഹലോ. ഹലോ. ആ ആ ഹലോ. പറഞ്ഞോളൂ സർ. ഹലോ, പ്രീതയാണോ? അതെ. പ്രീത, എന്റെ പേര് അനീഷ് എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കോൾ ചെയ്തിരുന്നു. ആ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി ചെയ്തിരുന്നില്ലേ? ഇട്ടായിരുന്നു. ഓർക്കണ്ടോ? ഓക്കെ. 2 മിനിറ്റ് ഫ്രീ ആണോ? സംസാരിക്കാൻ കഴിയുമോ? സംസാരിക്കാം. ഓക്കെ, താങ്ക് യു പ്രീത. പ്രീത, എന്റെ പേര് അനീഷ് എന്നാണ്. ആ നമ്മളെ ഓഫീസ് വരുന്നത് മലപ്പുറം തിരൂരാണ്. ആ ഓക്കെ, പ്രീതന്റെ സ്ഥലം എവിടെ വരുന്നത്? ഞങ്ങൾ തിരുവനന്തപുരംകാരാണ്. തിരുവനന്തപുരം. ഓക്കെ, വെരി ആ. ഗുഡ്. അപ്പോ ഏജ് എത്രയായി? ഇത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് അന്വേഷിച്ചത്. അവന് 26 വയസ്സായി. 26 വയസ്സ്. ഓക്കെ, മകന് വേണ്ടിയിട്ടാണ് അല്ലേ? മകന്റെ ഹൈറ്റ് പറയാൻ പറ്റുമോ? ഹൈറ്റ് 173 ഓളം ഉണ്ട്. ആ പിന്നെ വെയിറ്റ് 100-ന് പുറത്തുണ്ട്, 110 വരും. ശരി ശരി. ഓക്കെ, 27 കിലോനാണ് എക്സസ് വെയിറ്റ്. എന്താണ് അവരുടെ ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ അവസ്ഥ? ബോഡി ഷേപ്പ് എന്ന് വെച്ചാൽ പിന്നെ നല്ല വയറുണ്ട്. ഉം പിന്നെ നല്ല വണ്ണമുണ്ട് അവന്, തുടയിലും ഒക്കെ വണ്ണമുണ്ട്. അപ്പൊ ഇപ്പൊ അവന് ഓരോന്ന് ചെയ്യാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താണ് അവൻ നിലവിൽ ചെയ്യുന്നത്? പഠിക്കുകയാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യണ്ടോ? പഠിക്കാണ്. പഠിക്കുകയാണ്. ഓക്കെ. കുട്ടിക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് കയറുമ്പോ നടക്കുമ്പോ കിതപ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരിക്കാം, എനിക്ക് അത്ര അറിഞ്ഞൂടാ. അവന് ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും എവിടെയെങ്കിലും ഇരിക്കണം, അതാണ് ഞാൻ കാണുന്നത്. അവൻ ഒരുപാട് നടക്കുകയും കളിക്കുകയും അങ്ങനെയൊന്നും ചെയ്യൂല. ഇല്ല ഇല്ല. അങ്ങനെ ഒതുങ്ങി പിന്നെ കൂടുന്ന ഈ ആളാണ്. വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഉം 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 ഉം. അവന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മൊത്തം എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? ക്ഷീണമൊന്നും അങ്ങനെയൊന്നും പറയാറില്ല. ഇല്ല. ആ. ഓക്കെ. ഉറക്കൊക്കെ എന്താ പാട് കണ്ട്? ഉറക്കം ഇവൻ താമസിച്ച് വൈകുന്നേരം ജിമ്മിൽ പോകും. ജിമ്മിൽ പോയിട്ട് ഒരു 11:30-12 മണിയൊക്കെ ആവും. ആ. താമസിച്ചാണ് ഉറങ്ങണം. പിന്നെ 6 മണിക്ക് എഴുന്നേൽക്കും. ശരി ശരി. 6 മണിക്ക് എണീക്കും. താമസിച്ചിട്ട് ഉറങ്ങണം. അപ്പൊ ഉറക്കം കുറവാണല്ലേ? ആ. ശരി ശരി. പിന്നെ ഉച്ചക്കൊക്കെ ഉറങ്ങുമായിരിക്കും. ഇപ്പൊ ഉം. വീട്ടില് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഗ്യാപ്പായിട്ട് വീട്ടിൽ നിപ്പുണ്ട്. അപ്പോഴ് ഉച്ചയ്ക്ക് ഉറങ്ങും. ഓക്കെ. ഇപ്പൊ ഡേ സ്കൂൾ ഒന്ന് കോളേജ് ഇങ്ങനെ കോളേജിൽ വന്നിട്ട് വീട്ടിലേക്ക് വരുന്നല്ലേ? ആ അവിടെ സ്റ്റേ ചെയ്യ ഹോസ്റ്റലിലല്ലോ? എന്റെ ഹോസ്റ്റലിലായിരുന്നു ആദ്യം നിന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവ ജോലിയാണ്. ആ പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണുണ്ട്. പിന്നെ ശരി ശരി. ലാബ് ടെക്നീഷ്യനാണ്. അങ്ങനെ 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 മനസ്സിലായി. ഓക്കെ. എനിക്ക് അവന്റെ കൂടി ഒന്ന് സംസാരം കേൾക്കുകയാണെന്നുണ്ടെങ്കിലേ അല്ല, കറക്റ്റ്. നിങ്ങളുടെ ഇങ്ങനെ ഇത് വെയിറ്റ് ലോസ് ഇതെന്തോന്നാണ് നിങ്ങളുടെ? ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മെയിൻലി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ടാണ് ഫുള്ളി ചെയ്യുന്നത്. ഈ കാര്യം എന്താ ചെയ്യുന്നത്, നമ്മൾ വീട്ടിലെ തന്നെ ഭക്ഷണങ്ങളിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുകയും അതേപോലെ കാലറി എന്ന് പറയും, ഭക്ഷണം ഒഴിച്ച് വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള പറയുന്ന പേരാണ് കാലറി. കാലറി ഡെഫിഷ്യൻസി ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഡയറ്റിലൂടെയും അതേപോലെ വീട്ടിലെ തന്നെ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് ഒരു മാസത്തിൽ 5 കിലോ ടു 10 കിലോ വരെ കുറക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ ഏകദേശം ഒരു 13ഓളം വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോ അവരുടെ തന്നെ മെന്ററിംഗിൽ ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവുന്ന സമയത്ത് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിനനുസരിച്ചിട്ടാണ് അവർ കൂടുതൽ ഇനി ചെയ്യാനും കൂടുതൽ വെയിറ്റ് കുറക്കാനും നല്ലൊരു ബോഡി ഷേപ്പിലേക്ക് വരാൻ സഹായിക്കുക. അപ്പൊ ഞാൻ ഓൺ ദ കോള് അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല, മറിച്ച് നമ്മളുടെ ഓരോന്നിനും ഓരോ പ്ലാൻ ഉണ്ട്. ഉദാഹരണം, വിദ്യാർത്ഥികൾക്ക് അതേപോലെ ഓൾറെഡി വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ജോബ് പേഴ്സൺസിന് അവർക്കൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആപ്റ്റ് ആണ്, നിങ്ങളെ മകന് റിസൾട്ട് കിട്ടണം, അവനക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആവശ്യമാണ്, ഇനി ഫ്യൂച്ചറൊക്കെ അവന്റെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അവൻ ഫിറ്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. ബാക്കി ഫർദർ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരും. ഇതിന്റെ ഫീസും കാര്യങ്ങളും അതാണ് പറഞ്ഞത്, ഡിപ്പെൻസ് ആണ്. ഓരോ ഓരോ കോഴ്സ് വ്യത്യസ്തമാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാനുള്ള പ്രിഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അതെന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യുക. അനീഷ് എന്നാണ് പേര്. വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വരും കേട്ടോ.
അപ്പൊ വരുമ്പോ ഞാൻ വിളിക്കാൻ പറയാം. ഓക്കെ, ഒരു വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. അയച്ചിട്ടോളി, അല്ലെങ്കിൽ സദ്യന്ന് പോകും. ഞാൻ വീഡിയോ അയച്ചുതരാം. നിങ്ങള് ആദ്യം നിങ്ങൾ കാണുക, ശേഷം അവരെ കൂടി കാണിപ്പിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും ശരി. കേട്ടോ. ആ ആ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ. ഹലോ, ആ ഹലോ, സന്ധ്യ അല്ലേ? അതെയല്ലോ. ഓക്കെ, സന്ധ്യ, എൻ്റെ പേര് അനീഷ് എന്നാണ്. ആ കഴിഞ്ഞ ദിവസം ഞാൻ കോൾ ചെയ്തിരുന്നു. നമ്മൾക്ക് ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു എൻക്വയറി ചെയ്തിരുന്നില്ലേ? ആ ഓക്കെ, അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. 2 മിനിറ്റ് ഫ്രീ ആവോ? ആ ഓക്കെ. ഓക്കെ, താങ്ക് യു സന്ധ്യ. സന്ധ്യ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഉളിക്കല്, കണ്ണൂർ. കണ്ണൂർ പുളിക്കല്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ എത്ര ഏജ് ആയി? മനസ്സിലായില്ല. ഏജ് 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 37. 37. ഓക്കെ. സന്ധ്യന്റെ ഹൈറ്റ് ഒന്ന് പറയോ? 153. 153. വെയിറ്റ് വരുന്നത് 74. 73, 74. എത്ര സമയമായിട്ട് സന്ധ്യ ഈ വെയിറ്റിലാണ്? ഇപ്പൊ ഒരു വർഷം മിച്ചമായി. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും മെത്തേഡുകൾ ഫോളോ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇല്ല, ഫുഡ് കഴിക്കല് കുറച്ച് കൺട്രോൾ ചെയ്യലുണ്ട്. എക്സസൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ശരി, അങ്ങനെ. എന്താ തിരക്കാണോ? വർക്ക് ചെയ്യുന്ന അന്നേരം പിന്നെ വൈകുന്നേരം വന്നിട്ട് പിള്ളേരും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ടൈം കിട്ടലില്ല. ഫുൾ എൻഗേജ് ആവുകയാണ് അല്ലേ? ആ ശരി, ഓക്കെ. നിങ്ങളതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത് അല്ലേ? ആ ശരി, ഓക്കെ. നിലവിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ സന്ധ്യ? വേറെ പ്രശ്നമൊന്നുമില്ല. ഹീമോഗ്ലോബിൻ കുറവാ. പിന്നെ എനിക്ക് ഇങ്ങനെ ഇപ്പം ഈ ഇൻഫ്ലമേഷൻ വന്ന പോലത്തെ ബോഡിയാ ഉള്ളത്. ഇൻഫ്ലമേഷൻ എപ്പോഴും ഉണ്ടാവും? ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ. അതിങ്ങനെ നീര് വെച്ച പോലെ അധികം മുഖമൊക്കെ ഇങ്ങനെ ഇടിമിച്ച പോലെ ഉണ്ടാവുക. അങ്ങനെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ദഹന പ്രശ്നമുണ്ട്. പിന്നെ വയറ്റിൽ എപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനെ പ്രശ്നമുണ്ട്. വേറെ ഒന്നിന് റെഗുലർ ഫുഡ് തന്നെ മെഡിസിൻ ഒന്നും എടുക്കുന്ന ആളല്ല. ശരി, ഓക്കെ. ഇപ്പോ നിലവില് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് എങ്ങനെ പോകുന്നത്? ഭക്ഷണ ടൈമിങ്ങും എന്തൊക്കെയാണ് കഴിക്കുക? രാവിലെ അധിക ദിവസം ഞാൻ എണീറ്റപാടെ ഉലുവയിട്ട് ഒരു 1.5 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കലുണ്ട്. ഉലുവയുടെ. പിന്നെ എന്നാ ഒരു 7:30 ആവുമ്പോ പാലൊഴിച്ച് ഒരു ഗ്ലാസ് ചായ കുടിക്കും. അത് വിത്തൗട്ടാ കുടിക്കാറ്. പിന്നെ അന്നേരം അതിന്റെ കൂട്ടത്തിൽ വല്ല ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ ഒരു 10-10:30 ആവുമ്പോ ചിലപ്പോഴേ പ്രോപ്പറായിട്ട് കഴിക്കലുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക ചോറ്, അത് കുറച്ച് ചോറ് അളവൊക്കെ വളരെ കുറവാ. പിന്നെ നോൺ വെജ് മീൻ കഴിക്കലുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു ചായ കുടിക്കലുണ്ട്, അത് വിത്തൗട്ട്. പിന്നെ രാത്രി കഴിക്കൽ കുറവാ. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആക്കലാണല്ലേ? അറിയില്ല സന്ധ്യ. അറിയില്ല. എന്തേലും വേറെ വർക്ക് ചെയ്യണോ ഇപ്പോ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. ശരി, ഓക്കെ. എന്താ വർക്ക് ചെയ്യുന്നത് സന്ധ്യ? ഞാൻ ഫാർമസിസ്റ്റാ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ എൻക്വയറിക്ക് വരുമല്ലേ? ശരി, മനസ്സിലായി. ഓക്കെ. ഞാൻ ചോദിക്കണത് എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലെന്നല്ല, എനിക്ക് രാവിലെ അത് പർപ്പസ്ഫുള്ളി സ്കിപ്പ് ചെയ്യുന്നതല്ല. ചിലപ്പോ കഴിക്കാൻ പറ്റൂല, ചിലപ്പോ ഇഷ്ടമില്ലാത്ത ഫുഡായിരിക്കും, അതുകൊണ്ട് കഴിക്കൂല. അങ്ങനെ. പിന്നെ അത് കഴിക്കാതെ ഇപ്പൊ ശീലമായി. പിന്നെ 10-10:30 ആവും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നാല് ചിലപ്പോ ഒരപ്പം ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും അങ്ങനെ കഴിക്കും. ശരി. അപ്പൊ നിങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നിങ്ങള് എന്ത് ചെയ്ത് കഴിച്ചിട്ടാണെങ്കിൽ കഴിച്ചിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാനില്ല ഇവിടെ നിന്നിട്ട് അല്ലേ? ഇവിടെ വന്നിട്ട് അധികം കഴിക്കല് 10:30 ആവും കഴിക്കാൻ. എടുത്തിട്ട് വന്നിട്ട് ഇവിടുന്ന് കഴിക്കുവായി നമ്മളെ സ്ഥാപനത്തിൽ വന്നിട്ട് അല്ലേ? ശരി. ഫുഡ് പക്ഷെ എനിക്ക് ഭയങ്കര കുറവാ. ഫുഡ് നോർമലി ഒരാൾക്ക് വേണ്ട ഫുഡ് ഞാൻ കഴിക്കലില്ല ശരിക്കും. അത് എനിക്ക് തന്നെ അറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. എന്നിട്ട് നിങ്ങളൊരു നിഗമനം എന്തുകൊണ്ടായിരിക്കും? ഫുഡ് ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അതിന്റെ തന്നെയായിരിക്കും ക്ഷീണം ശരിക്കും വരുന്നുണ്ടാവുക. ഭയങ്കര ക്ഷീണമായിരിക്കും എനിക്ക്.
ആ പിന്നെ കാൽസ്യം കഴിക്കലുണ്ട്, ആഴ്ചയിലൊന്ന് ഒരു കാൽസ്യം കഴിക്കലുണ്ട്. അടിപൊളി അടിപൊളി. ആ ആ ആ പിന്നെ അപ്പൊ ഈ സ്വെല്ലിങ് ഇതെല്ലാം കുറച്ചൊരു കുറവ് പോലെ തോന്നും. ബോഡി പെയിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും? ആ ബോഡി പെയിൻ ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ശരി. ഇങ്ങനെ എന്തെങ്കിലും യാത്ര കഴിഞ്ഞ് വരുമ്പോ തലവേദന, തലകറക്കം? തലവേദന അങ്ങനത്തെ പ്രശ്നമില്ല. എനിക്ക് അധികം വരുന്നത് ഈ തലകറക്കം പോലെ വരും. അത് ഈ ഫുഡ് കഴിക്കാത്ത തന്നെയാണ്. എനിക്ക് മെയിൻ പ്രശ്നം വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും അല്ലെന്ന് എനിക്ക് വേറൊന്നും ഇല്ല. മെയിൻ എനിക്ക് ഫുഡ് കിട്ടാത്തതിന്റെ പ്രശ്നം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വെള്ളം കുടിക്കലുണ്ട്, 2-2.5 ലിറ്റർ വെള്ളം കുടിക്കലുണ്ട്. പിന്നെ ഉറക്കൊക്കെ എന്താ അവസ്ഥ? ഉറക്കം ചില ദിവസം നല്ല ഉറക്കം ഉണ്ടാവും, ചിലപ്പോ ഉറക്കമുണ്ട്. ഉറക്കം അധികമാണെന്ന് എനിക്ക് തോന്നുന്നു. ഉറക്കം അങ്ങനെ ഈ ഇടയ്ക്ക് ഞെട്ടിപ്പോവും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. കിടന്നാല് ഉറങ്ങിക്കോളും, രാവിലെ വരെ എന്താണേലും ഉറങ്ങും. അഥവാ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അതും എല്ലാ കാലത്തും അങ്ങനെ ഉറക്കം ഇതായി പോകുന്നുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ഈ വെയിറ്റ് ഇങ്ങനെ നിൽക്കും, ഇത്രയും ഫുഡ് ഇത്രയും കുറഞ്ഞിട്ടും. പിന്നെ എനിക്ക് ഇനി വല്ല ഹോർമോൺ പ്രശ്നമാണോന്ന് അറിയത്തില്ല, ഹോർമോണിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്ന് അറിയത്തില്ല, അത് ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. മനസ്സിലായിട്ടുണ്ട്. സന്ധ്യ, ഇതില് 2-3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സന്ധ്യ പറഞ്ഞ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം 21 കിലോനാണ് എക്സസ് വെയിറ്റ് ഉള്ളത്. 21 കിലോന് നിങ്ങൾ വെയിറ്റ് കുറക്കണം. നിങ്ങൾ അഥവാ 53 കിലോനാണ് വരേണ്ടത്. അപ്പൊ 21 കിലോന് നിങ്ങൾ എക്സസ് വെയിറ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ 21% നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് പെർസെന്റേജും കൂടിയിരിക്കും. നമ്മളെ ബോഡി വെയിറ്റിനോട് കൂടെ തന്നെ വരുന്ന ഒരു സംഗതിയാണ് ഫാറ്റ് എന്ന് പറഞ്ഞത്. അത് ലേഡീസിനെ സംബന്ധിച്ചോളം ബൾജ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ താടിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഞാന്ന് കിടക്കുക, പെരടിന്റെ പിൻഭാഗത്ത് ഇങ്ങനെ ഹമ്പ് പോലെ ഉണ്ടാവുക, പിന്നെ ഹിപ്പില് തൈസിലൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുക, അതൊക്കെ അതിന്റെ കുറച്ച് ലക്ഷണങ്ങളാണ്. മറ്റൊന്ന്, ഇപ്പോ സന്ധ്യ ശ്രമം നടത്തുന്നുണ്ട് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് ഒരു ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട് കുറയാത്തതില്, മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കുറക്കലല്ല പ്രധാനം. ഇത് ഞാൻ പറയട്ടെ, ഞാൻ ഇത് പർപ്പസ്ഫുള്ളി കുറയ്ക്കുന്നതല്ല. എനിക്ക് ഇത്രയും കഴിക്കുമ്പോഴേ എനിക്ക് വയറ് നിറയും. എനിക്ക് പിന്നെ വിശപ്പെന്നുള്ളൊരു ഇതില്ല എനിക്ക്. സംഭവം അങ്ങനെ വലിയൊരു സംഭവമായിട്ടില്ല എനിക്ക്. ഇനി അത് വയറ് വല്ല പ്രശ്നം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നമുക്ക് ഇത് കഴിച്ചത്, ഞാനിത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കാതിരിക്കുന്ന സംഭവമല്ല. എനിക്ക് ഫുഡ് കുറച്ച് കഴിക്കുമ്പോഴത്തേന് എനിക്ക് വയറ് നിറയും. എനിക്ക് അത്രയും മതി. എനിക്ക് അത്രയും, അല്ലാണ്ട് ഒരുപാട് പണ്ടോട്ടേ ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ആവുമ്പത്തേനും കഴിക്കാൻ പറ്റത്തില്ല, അത്രയേ ആവുന്നുള്ളൂ. പിന്നെ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ അധികം ഞാൻ സ്കിപ്പ് ചെയ്യല് തന്നെയാ. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും റോബസ്റ്റ ഒക്കെ കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും, ഇല്ല പിന്നെ അങ്ങനെ വെജിറ്റബിൾസ് എന്തെങ്കിലും കഴിച്ച് സ്കിപ്പ് ആക്കല് തന്നെയാ. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാൻ ഇച്ചിരി തിരക്കാം. ഒരു അരമണിക്കൂർ ഞാൻ വിളിച്ചാൽ മതിയോ? ഓക്കെ. ഹലോ. ഹലോ സമീർ അല്ലേ? അതെ. ഓക്കെ സമീറ, എന്റെ പേര് അനീഷ് എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു, വെയിറ്റ് ലോസിന് വേണ്ടി എൻക്വയറി ചെയ്തിരുന്നില്ലേ? വീഡിയോ അയച്ചിരുന്നു, കണ്ടിരുന്നോ? ഞാന് ഊര വന്നിട്ട് കാണിക്കാൻ വന്നിട്ടുള്ള ഹോസ്പിറ്റലില്. അപ്പൊ വണ്ടിയിലുള്ളത്. ആയിക്കോട്ടെ എന്നാ കുഴപ്പമില്ല. ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ കാണിച്ചതിന് ശേഷം ഫ്രീ ആയതിനു ശേഷം ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ആയിക്കോട്ടെ. കാണിച്ചു കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോകുന്ന, ഒരാഴ്ച ഗുളിക കുടിച്ചിട്ട് 2 ആഴ്ച അവിടെ വന്ന് കിടക്കാനാ പറഞ്ഞത്. അതെ, ആയുർവേദിക്കാ കാണിച്ചത്. ശരി. അപ്പൊ നല്ല പെയിൻ ഉണ്ടോ? പെയിൻ ഉണ്ട്. നല്ല പെയിൻ ഉണ്ടപ്പോ? വീട്ടിലെ ജോലി എടുക്കാൻ പറ്റുന്നില്ല. അതെ. ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ശരി. നല്ല തണ്ടൽ വേദന എന്നൊക്കെ പറഞ്ഞ മൂവ്മെന്റ് കൂടുതൽ നടക്കാനും പറ്റൂല അല്ലേ? ഇപ്പൊ എക്സസൈസിന്റെ ഒക്കെ പറഞ്ഞപ്പം പറഞ്ഞത് നീരെല്ലാം പോയതിനു ശേഷം എക്സസൈസ് ചെയ്താൽ മതി, അതല്ലാണ്ട് പിന്നെ വേദന. അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടോ? ഇല്ല. അതൊന്നും ചെയ്തൂടെ ഫിസിയോതെറാപ്പി? ഇവര് പറഞ്ഞ ആദ്യം നീര് ഇത് 2 ആഴ്ച അവിടെ കിടന്നിട്ട് കിഴി വെച്ചിട്ട് നീരെല്ലാം പോയതിനു ശേഷം ഞാൻ എക്സസൈസ് അങ്ങനെ നിലനിർത്തണം. ഞാൻ എക്സസൈസ് ചെയ്യാൻ മടിയേനു. അപ്പാണ് ഞാന് ജിമ്മിൽ പോയത്. 2 മാസം പോയി, പിന്നെ വേദന കൂടി. കാരണം ഓൾറെഡി നമ്മളെ ഈ എല്ലുകളൊക്കെ ജോയിന്റ് തെറ്റിയിട്ട് നിൽക്കുന്നോണ്ടാണ് ഈ പെയിന് വരുന്നത്.
അപ്പോ നമ്മൾ ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് വലിയ ഡംബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്റെ ഫോൺ ഇപ്പൊ ഓഫ് ആവും. ഞാൻ പിന്നെ വിളിച്ചാ മതിയില്ലേ? മതി 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 നിങ്ങൾ ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതി ട്ടാ. ശരി, ആയിക്കോട്ടെ. ഹലോ 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 ആ ബ്രോ, നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, ബ്രോ അല്ലേ? ആ ഓക്കെ. ഞാൻ വെയിറ്റ് ലോസിന്റെ അവിടെ നിന്നാണ് വിളിക്കുന്നത്. എൻക്വയറി ചെയ്തിരുന്നില്ലേ? ആ ഓക്കെ. നിങ്ങളെ കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നു. ഇപ്പോ നിങ്ങളെ ഹൈറ്റ് എത്രയൊക്കെ വരുന്നത്? ഞാൻ 5'9". 5'9". ഓക്കെ. വെയിറ്റ് വരുന്നത് ഇപ്പോ 140 ഉണ്ട്. 140. ഇപ്പൊ എത്ര സമയമായിട്ട് ഈ വെയിറ്റിലാണ് നിൽക്കുന്നത്? ഞാനിപ്പോ ഒരു 4 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഈ വെയിറ്റിലുള്ളത്. ഓക്കെ. എന്തെങ്കിലും നിലവിൽ ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സ്റ്റെപ്പ് കയറുമ്പോൾ നടക്കുമ്പോ കിതപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്? ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല? ഉറക്കൊക്കെ പ്രോപ്പറാണ്? കൂടുതലാണ്. എന്താ വർക്ക് വരുന്നത്? ഫിഷർമാൻ ആണ്. ഓക്കെ ഓക്കെ. തിരുവനന്തപുരം അല്ലേ നിങ്ങളുടെ സ്ഥലം വരുന്നത്? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ നിങ്ങളെ ഫുഡ് ഹാബിറ്റ് ഒക്കെ, ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ? നിങ്ങൾ കടലിൽ പോവാണോ അല്ലെങ്കിൽ? കടലിൽ പോവാണ്. ഓക്കെ. അപ്പോ നിങ്ങൾ ഡെയിലി കരയിലുണ്ടാവും അല്ലെങ്കിൽ? ഡെയിലി കരയുണ്ടാവും. അപ്പോ ഒരു ദിവസത്തിനൊക്കെ ആയിട്ടാ പോവുക അല്ലേ? ശരി ശരി, ഓക്കെ. അപ്പൊ നിങ്ങളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ക്രമങ്ങളൊക്കെ എങ്ങനെ പോണത്? ചായ ചായ കൂടുതൽ കഴിക്കണം. ഓക്കെ. ഇപ്പൊ ഈ വെയിറ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കാനുള്ള കാരണം നിങ്ങളെ ഒരു നിഗമനം എന്തായിരിക്കും? എണ്ണക്കടി നന്നായിട്ട് കഴിക്കുമോ? ശരി ശരി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഏതാ? ചോറ് കൂടുതൽ കഴിക്കല്. ശരി. സ്മോക്കിംഗ് എന്തെങ്കിലും ഉണ്ടോ? സ്മോക്കിംഗ് ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളെ സമയത്തോളം ഇപ്പൊ ഏകദേശം ഒരു 40-30 ഒരു അത്യാവശ്യം നല്ല ഓവർ 179 കിലോനാണ് നിങ്ങൾ വരേണ്ടത്. ഇപ്പൊ ഉള്ള 140 കിലോനാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഓക്കെ. അപ്പൊ വെയിറ്റ് കൂടുമ്പോ തന്നെ നമ്മളെ ശരീരത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഫാറ്റ് എന്ന് പറയും. നമ്മൾ ഈ ഇറച്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് മഞ്ഞപ്പാട പോലെ കാണുന്നില്ലേ ഫാറ്റ്? അപ്പൊ ഈ ഫാറ്റ് കൂടി നമുക്ക് ശരീരത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇന്നർ ബോഡി വീക്ക് ആവും. അതുകൊണ്ടാണ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂവും പിന്നെ അതേപോലെ നമ്മളെ ശരീരത്തിൽ ക്ഷീണം ഒക്കെ സംഭവിക്കണം. കിതപ്പ് കാര്യങ്ങളൊക്കെ, ശ്വാസം മുട്ടൊക്കെ വരുന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ. വയറ് എന്താ അവസ്ഥ? വയറുണ്ട്. ഓക്കെ. ഓക്കെ. എങ്ങനെ നടത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആക്ടിവിറ്റി ഉണ്ട്. ശരി, ഓക്കെ. അപ്പോ ഞാന് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ സീരിയസ് ആണോ? ഓക്കെ. അപ്പൊ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങളെ ഫ്രീ ടൈം ഒക്കെ, ഇപ്പൊ നിങ്ങളെ വർക്കിംഗ് ടൈമും ഫ്രീ ടൈമും ഒന്ന് എനിക്ക് വേർതിരിച്ച് പറഞ്ഞത്. വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 4:30 മണി തൊട്ട് ഒരു 12 മണി വരെ ആയിരിക്കും വർക്കിംഗ് ടൈം. ശരി. അപ്പോ രാവിലെ 4:30ക്ക് പോയിട്ട് 12 മണിക്കാണ് വരിക. പിന്നെ വന്നതിന് ശേഷം പിന്നെ എന്തായിരിക്കും? വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കും ആദ്യം. ഒരു 9-10 മണി തൊട്ട് നമ്മൾ കട വരും. അന്നൊരു ചായ കുടിക്കും. ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ വീണ്ടും ചായ കുടിക്കും. ഉച്ചക്ക് കിടന്നുറങ്ങുന്ന സ്വഭാവം ഉണ്ടോ? ഉണ്ട്. ഓക്കെ. ശരി. അവസരം കിട്ടുകയാണെങ്കിൽ ഉറങ്ങും. പിന്നെ എന്തെങ്കിലും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോലുണ്ടോ, അല്ലെങ്കിൽ നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
രാവിലെ നമ്മൾ പണിക്ക് പോകുന്നുണ്ടല്ലോ. അതന്നെ ഹെവി വർക്കാണല്ലേ. ആ ശരി ശരി. ഓക്കെ. അപ്പോൾ നിങ്ങളെ ബോഡി എത്രത്തോളം റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് മെയിൻലി നമ്മൾ റിസൾട്ട് കിട്ടുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസമയത്ത് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടല്ല നമുക്ക് കിട്ടുക റിസൾട്ട്. മറിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ കാലറി ഡെഫിഷ്യൻസി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഒരു നോർമൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വേണ്ടിയ കാലറി ഉണ്ട്. ആ കാലറിക്ക് അപ്പുറം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ബാഡ് കാലറി ആയി കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് ഡംപ് ചെയ്യും. അത് പിന്നെ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഫാറ്റ് പിന്നെ റെഡ്യൂസ് ആവുള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചോളം നോക്കിയപ്പോ നിങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നിങ്ങൾ കഴിക്കാതെ ഇപ്പൊ ചായയും എണ്ണക്കടിയൊക്കെ കഴിക്കുന്ന സമയത്ത് അത് ശരീരത്തിൽ നിന്ന് പിന്നെ പോവില്ല. അതവിടെ ഡംപായി കിടക്കും. അപ്പൊ ഈ കഴിക്കണ്ടെന്നല്ല ഞാൻ പറയണം, പക്ഷെ കഴിക്കാം. നമ്മുടെ ശരീരത്തിനെ നമ്മൾ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതൊന്ന്. രണ്ടാമത്തേത് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എന്താ പറയാ ടൈം ഷെഡ്യൂൾ അത് നമുക്കായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് എന്താണ് ആ ടൈമിലുള്ളത്, ഇപ്പൊ 12 മണിക്ക് ശേഷമൊക്കെ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ നടക്കുക, മൂവ്മെന്റ് ഒക്കെ ചെയ്തൂടെ? ഓക്കെ. ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇതൊക്കെ അടങ്ങിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ അയച്ചുതരാം നിങ്ങൾക്ക്. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ഈ നമ്പറിൽ വാട്സപ്പ് ഇല്ലേ? ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തോളി. ബ്രോ എനിക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ വരും. ഒരു 15 മിനിറ്റുള്ള വീഡിയോ കണ്ടതിന് ശേഷം നമ്മളൊന്ന് മറുപടി പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ ഫർദർ ഡീറ്റെയിൽ പറഞ്ഞുതരാം കേട്ടോ. ശരി ശരി. ഇൻഷാല്ലാ റെഡി ആവും. ഹലോ. വീഡിയോയെ ഞാൻ കുറച്ച് കണ്ട്. സമയം ഒന്നത്തെ കിട്ടത് ഇതല്ലേ സംഭവം പറഞ്ഞാ മതി. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇത്? കാരണം ഓരോരുത്തരുടെ ഏജ് ഗ്രൂപ്പിനും അവരുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അറ്റ്ലീസ്റ്റ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. എന്നാലല്ലേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം നിങ്ങളുടെ ഫിറ്റ്നസ് ഗോള് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് അറിയാം. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കൺവേ ചെയ്ത് ഓക്കെ. നിങ്ങൾ ഒരു 1-to-1 കൺസൾട്ടിങ് തരികയാണെന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരിക്കും ഒരു സൂം മീറ്റിംഗിൽ. വ്യാഴാഴ്ച നോക്കാം. വ്യാഴാഴ്ച ആയിക്കോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് ലിങ്ക് നിങ്ങൾ അതിലൊന്ന് ബുക്ക് ചെയ്താൽ മതി. വ്യാഴാഴ്ച ഏത് സമയം നിങ്ങൾ ഫ്രീ നോക്കിയാൽ. ശരി ബ്രോ. ഓക്കെ ആയിക്കോട്ടെ. ഹലോ. സരിയാ. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് നിങ്ങളെ ഏകദേശം ഒരു 19 കിലോനാണ് എക്സസ് വെയിറ്റ് ഉള്ളത് അല്ലേ? ഓക്കെ. നിലവിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ സരിയ? ഹെൽത്ത് ഇഷ്യൂ ഒരു സർജറി കഴിഞ്ഞ് 2 സർജറി ഇപ്പൊ കഴിഞ്ഞിരുന്നു. എല്ല് പൊട്ടിയിട്ട് സ്റ്റീലൊക്കെ എടുത്തു. ഒരു 1 year ആയി ഇപ്പൊ. സർജറി കഴിഞ്ഞത് കൊണ്ട് നടക്കുന്നതിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഹെവി കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോ ചെറുതായിട്ടുണ്ട്. അതുകൂടി ലെവലാകാനാണ് ഇപ്പൊ ജിമ്മിന് പോകുന്നത്. ശരി ശരി. ഓക്കെ. അപ്പോ ഇപ്പൊ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ സ്ട്രെങ്തൻ കുറഞ്ഞ വർക്കൗട്ടുകളായിരിക്കും ചെയ്യുന്നുണ്ടാവും അല്ലേ? ശരി ശരി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് സർജറി ഫിസിയോ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ വീട്ടിൽ നിന്ന് ചെയ്യല്. എന്നിട്ട് പിന്നെ ജിമ്മിന് പോകാൻ തുടങ്ങി. ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പൊ മൂവ്മെന്റ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? അതിനൊന്നും ബുദ്ധിമുട്ടില്ല? ചെക്കാണ്. അങ്ങനെ ഉണ്ടല്ലേ. ശരി ശരി ശരി. ഓക്കെ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഉദാഹരണം കിതപ്പോ ഗ്യാസ് ട്രബിളോ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല.
ഓക്കെ. ഉറക്കമൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ? കുറവാണല്ലേ. ഓക്കെ. യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തലവേദന, തലകറക്കം അങ്ങനെ എന്തെങ്കിലും? ശരി. ഇപ്പോ വീട്ടിൽ തന്നെയാണല്ലോ വർക്ക്? പുറത്ത് ചെയ്യുന്നില്ല, ഹൗസ് വൈഫ് തന്നെ അല്ലേ? ആയത്. ശരി ശരി. ഓക്കെ, മനസ്സിലായി. അപ്പോ സത്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നോക്കണ സമയത്ത് ഏകദേശം ഒരു 19 കിലോനാണ് നിങ്ങളുടെ എക്സൈസ് വെയിറ്റ്. ഇപ്പോ നിങ്ങൾക്ക് മുന്നത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല, ബട്ട് ഇപ്പോൾ നിങ്ങൾ വർക്കൗട്ട് കുറച്ചുകൂടി മൂവ്മെന്റ്, ഇപ്പോൾ ഇഞ്ചുറി സംഭവിച്ച സമയത്ത് കുറച്ചുകൂടി നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ടാവും വെയിറ്റ്. അപ്പൊ അതിന് റിക്കവറി ചെയ്യണം. അത് പ്രശ്നമില്ല. അത് ഹെവി വർക്കൗട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. അതൊന്നും അതിൽ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. കാലറി ഡെഫിഷ്യൻസി ഉള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. അതാണ് മെയിൻലി. ഇപ്പൊ നിങ്ങളെ ഫുഡ് ഹാബിറ്റ് ഒക്കെ എങ്ങനെ പോകുന്നതെന്ന് പറയാൻ കഴിയോ? അല്ലെങ്കിൽ ക്രേവിംഗ് ഉണ്ടോ? ഫുഡ് ഹാബിറ്റ് എന്നോട് ഡയറ്റ് പറഞ്ഞിരുന്നു, പക്ഷേ കുറെ ഭാഗം മാക്സിമം കൺട്രോൾ ചെയ്യാൻ നൈറ്റിലുള്ള ഫുഡാണ് ലൈറ്റ് ആയി പോകുന്നത്. അത് മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷെ ചില ടൈം ലൈറ്റ് ആയി പോകും. എന്താണ് ലേറ്റ് ആവാൻ കാരണം? അത് വർക്കൊക്കെ കഴിയുമ്പോ ഒരു സമയമാവും, പിന്നെ ടയർഡാവും, കാലുവേദന ഇളകും, അപ്പൊ പിന്നെ പോയിട്ട് കിടക്കും. ശരി ശരി ശരി. പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് ഒന്നിച്ച് കഴിക്കും. നമ്മളെ ഉള്ളൂ, ഹസ്ബൻഡും 2 മക്കളേ ഉള്ളൂ. അപ്പൊ മക്കളെല്ലാം നോക്കി കഴിയുമ്പോ ഏകദേശം ഒരു ടൈം ആവും. എന്നാലും ഏകദേശം ഓവർ ടു ലൈറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര മണിക്കായിരിക്കും കഴിക്കുന്നുണ്ടാവുക? ഒരു 9:30. അധികം ഞാൻ ഇപ്പൊ വേഗം കഴിക്കലുണ്ട്. 7 മണിയാകുമ്പോ സ്റ്റോപ്പ് ചെയ്യലുണ്ട്. ചില ടൈം മാറിപ്പോ, കണ്ടിന്യൂ ആയിട്ട് പോകുന്നില്ല അത്. ഓക്കെ ഓക്കെ. ജങ്ക് ഫുഡുകൾ കഴിക്കുന്നുണ്ടോ? കാരണം ഔട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞു? അല്ല, അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല. ഔട്ടിംഗ് പോയാലും ജങ്ക് ഫുഡ് അങ്ങനെ കഴിക്കല് കുറവാണ്. ഓക്കെ ഓക്കെ. ഏറ്റവും കൂടുതൽ ക്രേവിംഗ് ഉള്ള ഫുഡ് ഏതാ? മുന്നിൽ കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കുന്നു? അല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. കാരണം നിങ്ങൾ കണ്ണൂർക്കാരായതിന്റെ വിഭവങ്ങളോട് ഇഷ്ടം കൂടുതലല്ലേ? അല്ല, സ്പൈസി ഫുഡാണ്, സ്വീറ്റ്സ് കുറവാണ്. ശരി ശരി. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ രാത്രി കിടക്കുന്ന സമയത്തും ഒക്കെ പെയിന് വരുന്നു. അപ്പോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്ന അഡിക്ഷൻ ഉണ്ടോ? അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഫുഡ് അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന ആളല്ല, അതുകൊണ്ടാണ് ഈ വെയിറ്റ് കുറയാണ്ടിരിക്കുമ്പോ ടെൻഷൻ വരുന്നത്. ശരി ശരി. ഫുഡ് വാരി വലിച്ച് കഴിച്ചിട്ടാണ് തടി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് കഴിക്കാണ്ട് തന്നെ തടി വെക്കുമ്പോ ടെൻഷൻ വരുന്നു. ശരി ശരി. ഇതില് 2-3 കാരണങ്ങളാവാം ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അയച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് ആവുന്നത്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു 15 മിനിറ്റുള്ള വീഡിയോ ഉണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ബാക്കി കൺസൾട്ടേഷൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ എൻ്റെ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട്, അനീഷ് എന്നാണ് പേര്, വാട്സപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വീഡിയോ വരും. ഓക്കെ, കണ്ടതിന് ശേഷം ബാക്കി ഫർദർ ഡീറ്റെയിൽ അറിയിക്കട്ടോ. ഹലോ ഹലോ, വിശ്വനാഥ് ബ്രോ ആണോ? എന്താ ബ്രോ? കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു. ഞങ്ങള് വെയിറ്റ് ലോസിന് വേണ്ടി ഒരു എൻക്വയറി ചെയ്തിരുന്നില്ലേ? അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, 2 മിനിറ്റ് ഫ്രീ ആവോ? പരിപാടി ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിച്ചത്. ഓക്കെ, നിഷാദ് ബ്രോ, ഇപ്പോ നിങ്ങളെ ഹൈറ്റ് ഒന്ന് പറയാൻ കഴിയോ? 166. 166. വെയിറ്റ് വരുന്നത് 73. ഓക്കെ. നിലവിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, എത്ര ടൈമായിട്ട് ഈ വെയിറ്റിലാണ് നിൽക്കുന്നത്? കുറെ ആയി. ഓക്കെ, എന്തെങ്കിലും സ്റ്റെപ്പ് കയറുമ്പോ നടക്കുമ്പോ കിതപ്പോ ഗ്യാസ് ട്രബിളോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഉറക്കക്കുറവോ? 6 പാക്കിന് വേണ്ടിയിട്ടാണല്ലേ?
ഉം. ശരി. വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ സ്ഥിരമായിട്ട്? കളിക്കലൊക്കെ ഉണ്ട്. വെക്കലുണ്ട്. സ്ഥിരമായിട്ടാണോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആണോ? മിക്ക ഇടയിലും ഉണ്ടാവും. ഫുട്ബോളോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവും. ഷട്ടിലോ. ശരി ശരി. ജിമ്മില് പോകണ്ടോ? ജിമ്മിൽ ഇടക്ക് പോകും. എടുക്കും. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് ജിമ്മ് പോകും. ശരി ശരി ശരി. എന്തെങ്കിലുമൊക്കെ ഓരോ പരിപാടി ഉണ്ടാവും. ആഴ്ചയിലായിട്ട് ആ നീന്തലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ആ ആ. ശരി. ഇപ്പോ നിങ്ങളെ ടൈമിംഗ് ഒക്കെ എങ്ങനെ പോകുന്നത്? ഫുഡിന്റെ ഒക്കെ എങ്ങനെ? ഫുഡിന്റെ ടൈമിങ്ങും കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് പറയാൻ കഴിയും? ഫുഡ് 8 മണിക്ക് കഴിക്കും. പിന്നെന്താ ഉച്ചക്ക് 1 മണിക്ക്. പിന്നെ 7, 8 മണി. ആ ആ. ഇടയ്ക്കൊരു ചായ ഉണ്ട്. ശരി ശരി. കളിയുള്ള സമയത്ത് നേരം വൈകിട്ടാണോ കഴിക്കല്? അപ്പൊ പിന്നെ എല്ലാവരും ഉണ്ടാവില്ല. കഴിക്കാറ് കുറവാ. കളി കഴിഞ്ഞാൽ പിന്നെ കഴിക്കൽ കുറവാ. ശരി ശരി. കൂടുതൽ ക്രേവിംഗ് ഉള്ള ഫുഡ് ഏതാണ് ഷാജിബ്രോന്റെ? അങ്ങനെ ഇപ്പൊ നമുക്ക് കിട്ടുന്നോണ്ട് കഴിക്കലാണ്. ഓക്കെ. ശരി. ഓക്കെ. നമ്മള് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാരണം ഇത് അറിയാനുള്ള കാരണം അതിനനുസരിച്ചിട്ടാണല്ലോ കൺസൾട്ട് ചെയ്യേണ്ടത്. നിങ്ങളെ പരിപാടി ഇതെങ്ങനെയാണ്? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ മെയിൻലി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നോർമൽ ഭക്ഷണങ്ങളിലൂടെ തന്നെ നിങ്ങളെ വീട്ടിലെ ഗാഡ്ജറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തിട്ടും നല്ല രീതിയിൽ വെയിറ്റ് കുറക്കാനും നിങ്ങളെ മസിലിനെ റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു എല്ലാം കൂട്ടി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മെയിൻലി നമ്മൾ കലോറി ഡെഫിഷ്യൻസി എന്നുള്ളൊരു പ്രോഗ്രാമിലൂടെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വെള്ളം ഒഴിച്ച് ബാക്കിയൊക്കെ കാലറിയാണ്. അപ്പോൾ കലോറിനെ നിയന്ത്രിച്ചിട്ട് അതിന് വേണ്ട സാധനങ്ങൾ കൊടുത്ത് ഒരു പ്രോപ്പർ ഡയറ്റിലൂടെ റിസൾട്ട് കിട്ടിക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് മസിൽ ബിൽഡ് ആവാനും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രാഷ് ഡയറ്റ് കുറച്ചുകൂടി ഹാർഡ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസൈൻ ചെയ്തത്. അത് 1-2 ആഴ്ച മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് അറിയാൻ കഴിയുക എത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ടിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ. ഇപ്പൊ ഞാൻ ഓൺ ദ കോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു അഭിപ്രായം അറിയിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന്. ഫീസ് കാര്യങ്ങളൊക്കെ അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു. ഷാജിബ്രോക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വരും. ഉണ്ടോ ഷാജിബ്രോ? സ്ഥലം കോഴിക്കോട് അല്ലേ? കോഴിക്കോട്. ഓക്കെ ഓക്കെ. നമ്മുടെ സ്ഥലം വരുന്നത് തിരൂരാണ്. ശരി. ശരി. താങ്ക് യു. ഹലോ 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 ഹലോ. ഹലോ. എന്റെ ശബ്ദം ഓഡിയബിൾ ആണ്? ഓക്കെ. ഓക്കെ, കേൾക്കുന്നത്. നിങ്ങളെ പേരെന്തായാലും ഷഹാദിയ? അതെ. ഓക്കെ. നമ്മള് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി ചെയ്തിരുന്നല്ലോ, അത് അവിടുന്നാ വിളിക്കുന്നത്? കണ്ണൂര്. ഓക്കെ ഓക്കെ. നമ്മളൊരു വെയിറ്റ് ലോസിന് വേണ്ടി എൻക്വയറി ചെയ്തിരുന്നില്ലേ? ഓക്കെ, അവിടുന്നാ വിളിക്കുന്നത്. എന്റെ പേര് അനീഷ് എന്നാണ്. ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ കഴിയുമോ? ഫ്രീ ആണോ? ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. ഷാദിയ, ഇപ്പോ നിങ്ങൾ സ്ഥലം വരെ കണ്ണൂര് അല്ലേ? ഓക്കെ. ഏജ് എത്രയായി? 27. 37. ഓക്കെ. 27. 27. ഓക്കെ. ഇപ്പോൾ നിലവിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തതിന്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു? വെയിറ്റ് ലോസ്. വെയിറ്റ് ലോസിന്. ഓക്കെ. അപ്പോൾ നിങ്ങളെ ഹൈറ്റ് ഒന്ന് പറയാൻ കഴിയുമോ? 159. 159. ഓക്കെ. വെയിറ്റ് വരുന്നത്? 78. 78. ഓക്കെ. ഇതിന് മുന്നേ വെയിറ്റ് ലോസ് എത്ര സമയമായിട്ട് ഈ സ്റ്റെക്കിലാണ്? ചെക്ക് ഇപ്പൊ കുറച്ചായി തുടങ്ങിയിട്ട്. ഇപ്പം കറന്റ്ലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഡൗൺ ആകുന്നില്ല. ശരി ശരി. ജിമ്മിൽ പോയിട്ടാണോ? അതെ. അതെ. ശരി. ഇപ്പൊ കുറെ ആയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം നിങ്ങളെ സമയത്തോടെ ഒരു 19 കിലോ നിങ്ങൾ എക്സസ് വെയിറ്റിലാണ് നിൽക്കുന്നത്. നിങ്ങളെ ആക്ച്വൽ വെയിറ്റ് വേണ്ടത് 59 ആണ്. ഒരു മിനിറ്റ്, ഒരു കോഡ് വരുന്നുണ്ട്. ഹലോ ഹലോ. അൻവർ ബ്രോ ആണത്? ആരാണ്? അൻവർ ആണോ? അതെ, ആരാണ്? ഓക്കെ. അൻവർ ബ്രോ, എന്റെ പേര് അനീഷ് എന്നാണ്.
ആ നമുക്കൊരു എൻക്വയറി വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. നിങ്ങൾ എവിടുന്ന് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി ചെയ്തിരുന്നില്ലേ? ഏതാണ് സ്ഥലം? നമ്മളെ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ട്. അതിന് ഏതാണ് സ്ഥലം? നിങ്ങൾ എവിടെയാണ്? നമ്മള് മലപ്പുറം തിരൂരാണ്. തിരൂര്. ഓക്കെ. എന്തായിരുന്നു മറ്റേ ഹോമിയോന്റെ അല്ല നമ്മള് യുനാനിയ അതാ മൈൻഡോ എന്താണ്? ഞങ്ങൾക്ക് പറഞ്ഞു തരാം. രണ്ട് മിനിറ്റ് സംസാരിക്കാൻ കഴിയുമോ? ആ പറ. ഓക്കെ. അൻപർബ്രോന്റെ സ്ഥലം എവിടെ വരുന്നത്? ഞാൻ പെരുന്തൽമണ്ണ. പെരിന്തൽമണ്ണ. ഓക്കെ. ഇപ്പൊ എത്ര ഏജ് ആയി? 44. 44. ഓക്കെ. അൻപർബ്രോന്റെ ഹൈറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? 172. 172. വെയിറ്റ് വരുന്നത്? വെയിറ്റ് 85. 85. ഓക്കെ. എത്ര സമയമായിട്ട് വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്? ഞാൻ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഫുട്ബോള്, ബാഡ്മിന്റണ്, പിന്നെ ഇടയ്ക്ക് ജിമ്മ്, പിന്നെ ഇപ്പൊ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള മെക്സവന് അങ്ങനെ ചെയ്തു പോകണം. അത്രേ ഉള്ളൂ. ശരി. ഓക്കെ. ഇപ്പോ ഈ വെയിറ്റ് കുറക്കാൻ വേണ്ടിട്ട് വേറെ എന്തെങ്കിലും ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തിയിരുന്നോ? ഇല്ല, ഒന്നും നടത്തിയിട്ടില്ല. ഇങ്ങനെ പലത് വീഡിയോസ് ഇങ്ങനെ കാണുന്നില്ല. നമ്മള് സാധാ എക്സസൈസും കാര്യങ്ങളും തന്നെ ഉള്ളൂ. ശരി. ഓക്കെ. ഇപ്പോ നിലവിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഹെൽത്തിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. സ്റ്റെപ്പ് കയറുമ്പോ നടക്കുമ്പോ കിതപ്പോ അങ്ങനൊന്നും ഉറക്കക്കുറവോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പ്രത്യേകിച്ച്. ഓക്കെ. ചോദിക്കാൻ കാരണം വെച്ചാല് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണല്ലോ കൺസൾട്ട് ചെയ്യേണ്ടത്. അതെ. ഓക്കെ. ഇപ്പോ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നോർമൽ ഭക്ഷണങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡയറ്റ് പ്ലാനും അതേപോലെ വീട്ടിലെ ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സഹായിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ ചെക്ക് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 13 കിലോയോളം എക്സസ് വെയിറ്റ് ആണ്. ഓക്കെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മാത്രമല്ല നമ്മൾ വെയിറ്റ് കൂടുക എന്നുള്ളത് വണ്ണം വെക്കുക മാത്രമല്ല അതിന്റെ നമ്മുടെ ഫാറ്റ് കൂടിയും ഇൻക്രീസ് ആവും. ഫാറ്റ് എന്ന് പറഞ്ഞാലേ വെയിറ്റ് കൂടുമ്പോ അതേപോലെ നമുക്ക് ഇൻക്രീസ് ആവുന്ന അഥവാ കൂടുന്ന ഒരു കാര്യമാണ് ഫാറ്റ് എന്ന് പറയും. ഫാറ്റ് എന്ന് പറഞ്ഞപ്പോ ഉദാഹരണം ഇറച്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് മഞ്ഞ പാട പോലെ കാണില്ലേ? അതാണ് ഫാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ ഇന്നർ ബോഡിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഫാറ്റ് ആണ് സത്യത്തിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നിങ്ങൾ 72 കിലോനാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. ഓക്കെ. അപ്പോ റിയലി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ വെയിറ്റ് കുറക്കണം? എങ്ങനെയാണ് നിങ്ങള് ഫീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഓക്കെ. ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മളെ മെയിൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നമ്മൾ ഓരോ ഏജ് ഗ്രൂപ്പിനും അതേപോലെ ഓരോ കാറ്റഗറിക്കും അനുസരിച്ചിട്ടാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓൺ ദ കോൾ നിങ്ങൾക്ക് ഇന്നതാണ് ഈ രീതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാതെ മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട്. അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം ഒരു 15 മിനിറ്റുള്ള വീഡിയോ ഉണ്ട്. കണ്ടതിന് ശേഷം നിങ്ങളെ ഒരു അഭിപ്രായം അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ ഫർദർ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു 1-to-1 കൺസൾട്ടേഷൻ തരാം. ടോട്ടൽ ഫീസിന്റെ കാര്യം പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ഫീസ് വീഡിയോ കാണാതെ പറ്റില്ല. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടും അതേപോലെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടും അതേപോലെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുമാണ് നമ്മൾ കാറ്റഗറി ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ തന്നെ സെലക്ട് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അങ്ങനെയെങ്കിലേ എന്റെ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ ഒരു ഹായ് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് ആയിട്ട് തന്നെ വീഡിയോ വരും. ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് അനീഷ് എന്നാണ്. അനീഷ് എന്നാണ്. ANEESH. ഓക്കെ. ഓക്കെ ബ്രോ. താങ്ക് യു ട്ടോ.